എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ പ്രഭാത ധ്യാനത്തിനായി സങ്കീർത്തനം 10 ഒന്നാം വാക്യം, 10-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യം. യഹോവേ, നീ ദൂരത്ത് നിൽക്കുന്നതെന്ത്? കഷ്ടകാലത്ത് നീ മറഞ്ഞ് കളയുന്നതും എന്ത്? ഈ ചോദ്യത്തോടു കൂടിയാണ് 10-ാം സങ്കീർത്തനം ആരംഭിക്കുന്നത്. ഈ ചോദ്യങ്ങൾ ആരുടെ നാവിൽ നിന്നാണ് ഉയർന്നിട്ടില്ലാത്തത് എന്നൊരു ചോദ്യം കൂടെയുണ്ട്. നിരാശയുടെ നീർച്ചുഴിയിൽ മുങ്ങുമ്പോൾ, പ്രതീക്ഷയ്ക്ക് വിപരീതമായി പല തിക്താനുഭവങ്ങളും നേരിടുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ നാവിൽ ഉയരുന്ന ചോദ്യമാണ്, ദൈവമേ, നീ എവിടെ? നീ മറഞ്ഞിരിക്കുന്നതെന്ത്? ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് ജീവിക്കുന്നവർ പോലും പ്രതിസന്ധികളിൽ തളർന്നു പോവുകയും ഈ പറഞ്ഞ ചോദ്യം ഉന്നയിക്കുകയും ചെയ്തു എന്ന് വന്നേക്കാം. പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോൾ, അത്യാഹിതങ്ങൾ സംഭവിക്കുമ്പോൾ, അധർമ്മവും അനീതിയും തേർവാഴ്ച നടത്തുമ്പോൾ നാം അറിയാതെ ചോദിച്ചു പോകുന്നു, എന്തുകൊണ്ട് ഈ ദുരന്തങ്ങൾ? ദൈവം എന്തുകൊണ്ട് ഇവ അനുവദിക്കുന്നു? ദൈവം കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു എന്ന് സങ്കീർത്തനം 46:2 നമ്മൾ വായിക്കുന്നു. ഈ വാക്യത്തെ H.G. വെൽസ് വേദ പഠിതാവ് വ്യത്യാസപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: കഷ്ടകാലത്ത് അടുത്ത തുണയെന്നല്ല, ഒരിക്കലും കടന്നു വരാത്തവൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാഷ്യം. ആധുനിക മനുഷ്യൻ്റെ മാത്രം ചോദ്യമല്ല നാം മുകളിൽ കണ്ടത്. ദൈവത്തെപ്പറ്റി മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങിയ കാലം മുതൽ തന്നെ ഉള്ളതാണ്. നോഹയും മൃഗങ്ങളും പെട്ടകത്തിൽ അടയ്ക്കപ്പെട്ട് വെള്ളത്തിന്മേൽ ഒഴുകി 150 ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ ഈ ചോദ്യം ഉന്നയിച്ചിട്ടുണ്ടാവും. മനം മടുക്കുന്ന നിരാശയിൽ നിന്നുയരുന്ന ചോദ്യമാണത്. ഇസ്രായേൽ ജനം ഏറെക്കുറെ 430 വർഷക്കാലം ഈജിപ്തിലെ കഠിനമായ യാതനയിൽ കഴിഞ്ഞപ്പോൾ അവരുടെ മനസ്സിലും ഈ ചോദ്യം ഉയർന്നിട്ടുണ്ടാവും. നീതിമാനും ഭക്തശിരോമണിയുമായിരുന്ന ഇയ്യോബ് തുടർക്കഥ പോലെ അനർത്ഥങ്ങൾ ഒന്നൊന്നായി നേരിട്ട സമയത്തും ചോദിച്ചിട്ടുണ്ടാവാം. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാൻ അവനെ എവിടെ കാണുമെന്നറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു, അവൻ്റെ ന്യായാസനത്തിങ്കൽ ഞാൻ ചെല്ലുമായിരുന്നു. ഇയ്യോബ് 23-ാം അധ്യായത്തിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദീർഘനാൾ പ്രവാസത്തിൽ കഴിച്ചുകൂട്ടിയ ഒരു പ്രവാചകൻ നടത്തുന്ന പ്രസ്താവന ഈ ഒരു വികാരത്തെ പ്രതിധ്വനിപ്പിക്കുന്നു. ഇസ്രായേലിൻ്റെ ദൈവവും രക്ഷിതാവുമായുള്ളവേ, നീ മറഞ്ഞിരിക്കുന്ന ദൈവമാകുന്നു സത്യം. യെശയ്യാപ്രവചനം 45:15 അത് കാണുന്നത്. പല സങ്കീർത്തനങ്ങളിലും മറഞ്ഞിരിക്കുന്ന ദൈവത്തെപ്പറ്റി പരാതിപ്പെടുകയോ പരിദേവനം നടത്തുകയോ ചെയ്യുന്നുണ്ട്. നീ എത്രത്തോളം നിന്റെ മുഖത്തെ ഞാൻ കാണാതെ വണ്ണം മറയ്ക്കും? 13-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യം. നിന്റെ മുഖത്തെ എനിക്ക് മറച്ചു വയ്ക്കുന്നത് എന്തിന്? 88-ാം സങ്കീർത്തനത്തിലെ ചോദ്യമാണ്. ചരിത്രത്തിൽ ജീവിച്ചിട്ടുള്ള മറ്റനേകം വ്യക്തികളും സങ്കീർത്തനക്കാരൻ്റെ പരാതി ഉയർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഒറ്റപ്പെട്ടവനല്ല. അനേകം സഹയാത്രികർ ഇക്കാര്യത്തിൽ അദ്ദേഹത്തിനുണ്ട്. സങ്കീർത്തനക്കാരൻ പ്രാർത്ഥനാ രൂപത്തിലാണ് ഈ ചോദ്യം ഉന്നയിക്കുന്നത്. അതിനുത്തരം അദ്ദേഹം നൽകാതെ വ്യത്യസ്ത തരത്തിൽ ഈ ചോദ്യത്തോട് പ്രതികരിക്കുന്നവരെ ആദ്യം അവതരിപ്പിക്കുന്നു. 3 തരത്തിലുള്ള ആളുകളും 3 തരത്തിലുള്ള അവരുടെ പ്രതികരണവും നൽകുന്നു. ഒന്നാമത്, ധാർമ്മിക ബോധമുള്ള ഒരു വ്യക്തി. അയാൾ ആകപ്പാടെ ചിന്താക്കുഴപ്പത്തിലും ആശയപതർച്ചയിലുമാണ്. അയാളുടെ സംശയം, രാജാതിരാജാവായവൻ എന്തുകൊണ്ട് തൻ്റെ സിംഹാസനം ഒഴിഞ്ഞു പോയിരിക്കുന്നു?
എന്തുകൊണ്ട് അരാജകത്വവും അധാർമികതയും തേർവാഴ്ച നടത്തുവാൻ അനുവദിച്ചിരിക്കുന്നു? ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ സംശയം. 2, അധാർമികനായവൻ സന്മാർഗബോധമില്ലാത്തവനും നാസ്തികനും യുക്തിവാദിയും നിരീശ്വരനുമൊക്കെ ആയിട്ടുള്ളവൻ ഗർവിഷ്ഠഭാവത്തോടെ ചിന്തിക്കുന്നു, ദൈവം ഇല്ല, അവിടുന്ന് ചോദിക്കയില്ല, അവിടുന്ന് മറന്നിരിക്കുന്നു, അവിടുന്ന് തൻ്റെ മുഖം മറച്ചിരിക്കുന്നു, അവിടുന്ന് ഒരു നാളും കാണുകയില്ല. ഇപ്രകാരമുള്ള ഒരുവനെപ്പറ്റി 14-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. 3, ആസ്തിക്യ ബോധമുള്ള ദൈവവിശ്വാസി. അയാൾ പ്രസ്താവിക്കുന്നത് യഹോവ എന്നേക്കും രാജാവാകുന്നു, അവിടുന്ന് ദുഷ്ടന്മാരെ ശിക്ഷിക്കുകയും തൻ്റെ വിശ്വസ്തരെ സംരക്ഷിച്ച് അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. 10-ാം സങ്കീർത്തനത്തിൻ്റെ 16-ാം വാക്യം മുതലാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും സങ്കീർത്തനക്കാരൻ ഉയർത്തിയ ചോദ്യം നമ്മുടെ മുൻപിൽ ഉയർന്നു തന്നെ നിൽക്കുന്നു. ദൈവം എന്തുകൊണ്ട് ദൂരത്ത് നിൽക്കുന്നു? കഷ്ടകാലത്ത് ദൈവം എന്തുകൊണ്ട് മറഞ്ഞിരിക്കുന്നു? ഭവനങ്ങളിൽ കുഞ്ഞുങ്ങളുമായുള്ള വിനോദങ്ങളിൽ പെട്ടതാണ് ഈ ഒളിച്ചുകളി എന്നത്. അത് പണ്ടൊക്കെ പലയിടങ്ങളിലുണ്ടായിരുന്നു. പിതാവോ മാതാവോ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്നു, അവരുടെ കുഞ്ഞ് ഒളിച്ചിരിക്കുന്ന ആളിനെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു. ഏറെ നേരം തിരക്കു പിടിച്ച് അന്വേഷിച്ചിട്ട് കാണാതാകുമ്പോൾ കുഞ്ഞ് കരയുന്നു. അപ്പോൾ മറഞ്ഞിരിക്കുന്ന അപ്പനോ അമ്മയോ അല്ലെങ്കിൽ സഹോദരങ്ങളോ സ്ഥലത്ത് നിന്ന് പ്രത്യക്ഷനായി കുഞ്ഞിനെ ആശ്വസിപ്പിക്കുന്നു. ഇവിടെ കുഞ്ഞിൻ്റെ കരച്ചിലാകുമ്പോൾ പിന്നീട് മറഞ്ഞിരിക്കില്ല, വേഗത്തിൽ പ്രത്യക്ഷമാകും. എന്നാൽ ഏറെ കരഞ്ഞിട്ടും സ്വർഗീയ പിതാവ് പ്രത്യക്ഷപ്പെടാത്ത അനുഭവമാണ് എന്ന് ചിലർ നിരാശയോടെ പ്രലപിക്കുന്നു. ദൈവം എന്തുകൊണ്ട് മറഞ്ഞിരിക്കുന്നു എന്ന ചോദ്യത്തിന് ചില ഉത്തരങ്ങൾ നമുക്ക് ഒന്ന് വിശകലനം ചെയ്യാം. 1, ദൈവത്തെ തൻ്റെ മഹത്വത്തിൽ നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നില്ല. മനുഷ്യൻ്റെ പരിമിതി ദൈവം മാനിച്ചുകൊണ്ട് സ്വയം മറഞ്ഞിരിക്കുന്നു. പഴയ നിയമത്തിൽ ദൈവം പ്രത്യക്ഷനാകുന്നത് എപ്പോഴും മേഘത്തിൽ കൂടെയാണ്. മോശയ്ക്ക് യഹോവ പ്രത്യക്ഷനാകുമ്പോൾ നിനക്ക് എൻ്റെ മുഖം കാണുവാൻ കഴിയുകയില്ല എന്ന് പറയുന്നു. ഒരു മനുഷ്യനും എന്നെ കണ്ട് ജീവനോടെ ഇരിക്കയില്ല എന്നും കൽപ്പിച്ചു. ഇതാ എൻ്റെ അടുക്കൽ ഒരു സ്ഥലമുണ്ട്, അവിടെ ആ പാറമേൽ നീ നിൽക്കണം. എൻ്റെ തേജസ് കടന്നു പോകുമ്പോൾ ഞാൻ നിന്നെ ഒരു പാറയുടെ പിളർപ്പിലാക്കി ഞാൻ കടന്നു പോകുവോളം എൻ്റെ കൈ കൊണ്ട് നിന്നെ മറയ്ക്കും, പിന്നെ എൻ്റെ കൈ നീക്കും. നീ എൻ്റെ പിൻഭാഗം കാണും, എൻ്റെ മുഖമോ കാണാവതല്ല. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തിലാണത്. സീനായ് മലയിൽ പ്രത്യക്ഷനായ സമയത്തും മേഘതമസും പുകയും തന്നെ ആവരണം ചെയ്യുന്നതായി വിവരിക്കുന്നു. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ. അഗമ്യ തേജോമയനായ ദൈവത്തെ അവിടുത്തെ പൂർണ്ണ മഹത്വത്തിലും പ്രഭാവത്തിലും ദർശിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ദൈവം മറഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് തോന്നുന്നത്. മോശയോട് പറഞ്ഞു, ദൈവത്തെ കണ്ട ശേഷം നീ ജീവനോടെ ഇരിക്കയില്ല. അതുകൊണ്ടാണ് പാറയുടെ പിളർപ്പിൽ നിന്നവനായ മോശയുടെ മുഖം ദൈവം മൂടി എന്ന് പറയുന്നത്. അതുകൊണ്ട് ജീവിതത്തിൻ്റെ കഷ്ടതകളിലും പ്രയാസങ്ങളിലും ദൈവം മറഞ്ഞിരിക്കുന്നുവോ എന്ന് ഒരുപക്ഷെ അനേകം തവണ നമ്മളും ചോദിച്ചിട്ടുണ്ടാവാം. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കർത്താവ് നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ എത്രയോ തവണ നൽകിക്കഴിഞ്ഞു. കഷ്ടങ്ങളിൽ തുണയായിരിക്കുന്ന ദൈവം, നമ്മുടെ പ്രയാസങ്ങളിൽ ഒരുപോലെ നമ്മളെപ്പോലെ പ്രയാസപ്പെടുന്ന ഒരു ദൈവം, നമ്മുടെ ഏത് അനുഭവങ്ങളിലും ഒപ്പമുണ്ട് എന്ന് ഉറപ്പ് നൽകുന്ന ഒരു ദൈവം. അതുകൊണ്ട് കഷ്ടതയുടെ തീച്ചുളകളിൽ ദൈവത്തെ കൂടുതൽ ആഴമായി അറിയാൻ നമുക്ക് സാധിക്കും. ഇയ്യോബ് പറഞ്ഞത് അതുകൊണ്ടാണ്, ഞാൻ ദൈവത്തെക്കുറിച്ച് കേട്ടിരുന്നു എന്നതേയുള്ളൂ, എന്നാൽ ഇപ്പോൾ എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് കാണുന്നു. സങ്കീർത്തനക്കാരൻ്റെ ചോദ്യം
സ്വാഭാവികമായി നമ്മുടെ ജീവിതത്തിലും ഉയർന്നു വരുന്ന ചോദ്യമാണ്. ദൈവം ഒരിക്കലും അകന്ന് മാറി നിന്ന് നമ്മുടെ ദുരിതം കണ്ട് ആസ്വദിക്കുന്നവനല്ല. നമ്മുടെ ചാരെ അണഞ്ഞു വരുന്ന ദൈവമാണ്. ആ ദൈവസന്നിധിയിൽ ഈ പ്രഭാതത്തിൽ നമുക്ക് അടുത്തു വരാം. കർത്താവ് നമ്മെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. പ്രാർത്ഥിക്കാം. വിശ്വസ്തനായ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ മറ്റൊരു പ്രഭാതം കൂടെ ഞങ്ങളുടെ ആയുസ്സിനോട് കൂട്ടിച്ചേർത്ത അങ്ങയുടെ ആഴമായ കരുണയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ സങ്കടങ്ങളിലും പ്രയാസങ്ങളിലും തിക്താനുഭവങ്ങളിലും ഞങ്ങളറിയാതെ അവിശ്വാസത്തിൻ്റെ കണ്ണുകളിൽ അങ്ങയെ കാണാൻ ശ്രമിച്ച കുറവുകൾ ഞങ്ങളോട് പൊറുക്കണമേ. ചേർന്ന് നിൽക്കുന്ന ദൈവത്തെ എപ്പോഴും തിരിച്ചറിയുവാനുള്ള ഹൃദയവിശാലത ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ തീക്ഷ്ണത വർദ്ധിപ്പിക്കണമേ. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ ദൈവം തമ്പുരാൻ്റെ കരുണയിൽ ആശ്രയിക്കുകയും അവിടുത്തെ മുഖത്തേക്ക് നോക്കുകയും ചെയ്യുന്നു. കൈവിടാത്തവനായി ഒപ്പമുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ ജീവിതത്തെ കൂടുതൽ അർത്ഥപൂർണമാക്കണമേ. പ്രഭാതം മുതൽ പ്രദോഷം വരെയും അവിടുത്തെ ചിറകിൻ്റെ മറവിൽ ഞങ്ങളെ മറയ്ക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കരുതലിൻ്റെയും കരുണയുടെയും കരം കൂടെ ഇരുന്ന് പുതിയ നാളുകൾ ഏറെ സന്തോഷകരമായി ജീവിപ്പാൻ കർത്താവ് സഹായിക്കണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥന ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യവും കരുണയും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.